ശിശാങ്കുട്ടി ദാസ് അങ്ങ് അഭിഭാഷകനാണ്. ഈ രാജ്യത്തെ നിയമത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളാണ്. ഇത് നോക്കൂ, ഈ നാട്ടിൽ ആർക്കെങ്കിലും ഒരു മനുഷ്യനെ അയാളുടെ ചെകഞ്ഞു നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു ബോധ്യമില്ലാതെ അയാളുടെ മതം ഇന്നതാണ്, സ്ഥലം ഇന്നതാണ്, മുൻപ് പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് തീവ്രവാദി എന്ന് വിളിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? അങ്ങനെ വിളിക്കുന്ന ഒരാളെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? അയാൾ പറയുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയ ബോധ്യമുണ്ട് എന്നങ്ങേക്ക് തോന്നുന്നുണ്ടോ? കൃത്യമായിട്ടുള്ള രാഷ്ട്രീയത്തോടു കൂടി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ ഈ മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയാണെന്ന് പറയുന്നു. ഈ മാധ്യമപ്രവർത്തകൻ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്ന് പറയുന്നു. ഈ വർഗീയവാദിയാണ് എന്ന് പറയുന്നതും ഇതേപോലത്തെ ഒരു പ്രശ്നമുള്ള കാര്യമാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെ വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? എല്ലാവരും പറയുന്നത് താങ്കൾ ഒരു വർഗീയവാദിയാണല്ലോ എന്നാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? ഈ ചോദിച്ച മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയാണ് എന്നുള്ളതാണ്. ഇവിടെ രണ്ടുപേരും നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ശരിയാണോ എന്നുള്ളതല്ലേ ശരിയായിട്ടുള്ള ചോദ്യം. അതല്ലാതെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് പ്രശ്നമാവുകയും വർഗീയവാദി എന്ന് വിളിക്കുന്നത് പ്രശ്നമല്ലാതെയാവുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലത്തെ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് റെട്ടോറിക്കിന്റെ മേലെ ആവുമ്പോൾ കേവലത്തിൽ ഒരു വിഭാഗത്തെ അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമായി മാറുമ്പോൾ വാക്കുകൾക്ക് അതിന്റെ യഥാർത്ഥത്തിലുള്ള സാമ്പ്രദായിക അർത്ഥം നഷ്ടപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ അർത്ഥം നഷ്ടപ്പെട്ടിട്ടുള്ള ധാരാളം വാക്കുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നത്, വർഗീയവാദി എന്ന് വിളിക്കുന്നത്, തീവ്രവാദി എന്ന് വിളിക്കുന്നതൊക്കെ ആ രീതിയിലായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ BJP പ്രവർത്തകർ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ള ആളുകളെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ഒരു ധർമ്മത്തിനോ ഒരു സമാജത്തിന്റെ അഭിവൃദ്ധിക്കോ വേണ്ടി സംസാരിക്കുന്ന ആളുകളെ വർഗീയവാദികൾ എന്ന് വിളിക്കുന്നുണ്ട്. ആ മട്ടിലുള്ള പരാമർശമായിട്ടേ അതിനെ കാണേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ മാധ്യമപ്രവർത്തകന് നിയമപ്രകാരം തനിക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ നിയമത്തിലുള്ള അവകാശമുണ്ട്. ആ മാനനഷ്ട കേസിൽ എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എനിക്ക് വിവരമുണ്ട്, ഇന്റലിജൻസിന്റെ വിവരമുണ്ട് എന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ അത്തരത്തിലുള്ള പരാമർശം നടത്തിയെന്ന് വിശദീകരിക്കാൻ വെള്ളാപ്പള്ളി നടേശനും ബാധ്യസ്ഥനാണ്. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി തന്നെയാണ് ബാറ്റ് ചെയ്യുന്നത്. ഇവിടെ റെജി ലൂക്കോസ് ഇടതുപക്ഷത്തിന്റെ വക്താവായിട്ടാണ് സംസാരിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇന്ന് CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ ഈ കാര്യത്തിൽ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദി അല്ല, അദ്ദേഹം സമൂഹത്തിൽ മതേതരത്വത്തിന് വേണ്ടി വളരെ കാര്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്. സമാനമായിട്ടുള്ള പരാമർശങ്ങൾ മുന്നേ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള സമയത്തും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ മുന്നണി വളരെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്, മുസ്ലിം വോട്ട് ബാങ്ക് തങ്ങളെ കൈവിട്ടിരിക്കുകയാണ്. ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെയുള്ള ആ ഒരു വോട്ടെടുപ്പിന്റെ രീതി വെച്ച് നോക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ സർവാധിപത്യമാണ് ആ മലബാർ മേഖലയിൽ ഉണ്ടാവുന്നത്. അവിടെയുള്ള ജില്ലാ ഡിവിഷനിലെ 32 ഡിവിഷനിൽ ഒരു സീറ്റ് പോലും CPM കിട്ടുന്നില്ല. 32 എണ്ണവും മുസ്ലിം ലീഗിനാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ 12 മുനിസിപ്പാലിറ്റിയിലെ 11 മുനിസിപ്പാലിറ്റിയും UDF-നാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ബ്ലോക്കിലെ 15 എണ്ണത്തിലെ 14 എണ്ണവും മുസ്ലിം ലീഗിന് UDF-നാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ 94 എണ്ണത്തിലെ 91 എണ്ണവും UDF-നാണ് കിട്ടുന്നത്. അപ്പോൾ തങ്ങൾക്ക് ആ വോട്ട് ഇനി കിട്ടില്ല എന്നുള്ളൊരു ബോധ്യം ഇടതുപക്ഷത്തിന് വന്നിട്ടുണ്ട്. അവിടെ എന്താണ് അവർ ശ്രമിക്കുന്നത്? അവർ ശ്രമിക്കുന്നത്, UDF എന്ന് പറയുന്നത് മുസ്ലിം സംഘടനകളുടെ ഒരു സംഘാതമാണ്. UDF ഇനി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ഭരണമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും അതേപോലെ തന്നെ SDPI ഒക്കെ കൂടി നിയന്ത്രിക്കുന്ന ഒരു മുസ്ലിം ന്യൂനപക്ഷ ഭരണം കേരളത്തിൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ബദലായിട്ട് ഒരു ഹൈന്ദവ ധ്രുവീകരണം അല്ലെങ്കിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ധ്രുവീകരണം, ഒരു ഭൂരിപക്ഷ ധ്രുവീകരണമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ ആനുകൂല്യത്തിൽ വീണ്ടും ഭരണത്തിലേറാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ പരീക്ഷണം. ആ പരീക്ഷണത്തിന് വേണ്ടി വളരെ കൃത്യമായിട്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത് പറയുന്നത്. അതല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ പ്രകോപിതനായി പറയുന്നതല്ല. വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചത് പറയുന്നത് ഇത് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങ് പറഞ്ഞത് ആദ്യം പറഞ്ഞത് കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത് പറയുന്നത് എന്നാണ്. എന്നിട്ട് അത് അങ്ങ് പറയുന്നത് വളരെ വ്യക്തിപരമായ കാര്യമാണ്. ഒരാൾ അങ്ങോട്ടൊന്ന് വിളിച്ചു, ഒരാൾ ഇങ്ങോട്ടൊന്ന് വിളിച്ചു എന്ന്. ആ ചോദ്യം അങ്ങ് തന്നെ ആവർത്തിക്കുന്നുണ്ട്. വർഗീയവാദി എന്നാണല്ലോ ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത് എന്ന്. അതൊരു ചോദ്യമാണ്, അതിനൊരു മറുപടി ഉണ്ടാകണം. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. കൃത്യമായ ഒരാളെ തീവ്രവാദി എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഒരു ചോദ്യത്തിനൊരു അതെ. അപ്പോൾ ഒരു ചോദ്യത്തെയും ഒരു സ്റ്റേറ്റ്മെന്റിനെയും നമുക്ക് ഒരു തട്ടിൽ വെച്ച് തൂക്കാൻ കഴിയില്ല എന്ന് അങ്ങേക്ക് അറിയാം ശ്രീ ശങ്കുട്ടി ദാസ്. രണ്ടാമത്തെ കാര്യം ഇതാ നോക്കൂ, എപ്പോഴാണ് ഈ LDF-ന് വേണ്ടി അല്ലെങ്കിൽ CPM-ന് വേണ്ടി ബാറ്റ് ചെയ്യാനുള്ള ബാറ്റ് നിങ്ങൾ കൈമാറിയത്? പോയ 2 തെരഞ്ഞെടുപ്പ് കാലം മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് പ്രചാരണം നടത്തിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ഈ ബാറ്റ് കൈമാറ്റം എപ്പോഴായിരുന്നു? അതോ രണ്ടുപേരും കൂടി കോമൺ ആയി ഉപയോഗിക്കുകയാണോ? നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ ഒരു കാലത്തും BJP-യുടെ NDA-യുടെ നേതാവായിട്ടില്ല.
ഈ പറയുന്ന BDJS എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ പോലും BDJSന്റെ ഒരു ഔദ്യോഗിക ചുമതലയിലും വരാത്ത ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. തുഷാർ വെള്ളാപ്പള്ളി അതിന്റെ ചുമതലയിലുണ്ട്, ശരിയാണ്. പക്ഷേ SNDPയും BDJSും തമ്മിൽ പ്രത്യക്ഷത്തിൽ യാതൊരു ബന്ധവും ആവശ്യമില്ല. SNDP എന്ന് പറയുന്നത് സാമുദായിക പ്രവർത്തനം നടത്തുന്ന സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിന് രാഷ്ട്രീയത്തിൽ നേരിട്ടിട്ട് ഇടപെടാൻ താല്പര്യമില്ലെന്നുള്ള പക്ഷമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും അദ്ദേഹത്തിന് താല്പര്യമുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. അദ്ദേഹം മുൻപ് മുന്നണിയിലുള്ള സ്ഥാനാർത്ഥികൾക്കും തനിക്ക് വേണ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് പോയിട്ട് നിൽക്കൂ, ഞാൻ പറയട്ടെ. നിങ്ങളുടെ ചോദ്യം ഞാൻ കേട്ടല്ലോ, എൻ്റെ ഉത്തരം നിങ്ങൾ മുഴുവൻ കേൾക്കൂ. UDFലും LDFലും ഉള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്, വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ഇന്ന സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. അത് വെള്ളാപ്പള്ളി നടേശന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഒരു കാലത്തും BJPയുടെയോ NDAയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചുമതലയിൽ വെള്ളാപ്പള്ളി നടേശനില്ല. ചുമതലയിലുണ്ടായിരുന്നത് ഞാനും ചർച്ചയിൽ പറഞ്ഞില്ല. അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത് ശ്രീ ശങ്കുട്ടി ദാസ്. പക്ഷേ NDAക്ക് വേണ്ടി അദ്ദേഹം 2 തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് താരപ്രചാരകനായി തന്നെ പോയി. നിങ്ങൾ ചോദിച്ചത് ശ്രീ മാധു, നിങ്ങളുടെ ചോദ്യത്തിലുള്ള ആദ്യത്തെ തെറ്റ് ഈ മാധ്യമപ്രവർത്തകൻ്റേത് കേവലം ചോദ്യം മാത്രമായിരുന്നു, വെള്ളാപ്പള്ളി നടേശൻ്റേത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങളെ എല്ലാവരും വർഗീയവാദി എന്നാണല്ലോ വിളിക്കുന്നത് എന്ന് പറയുന്നത് ചോദ്യമാണ്. അത് തനിക്ക് പറയാനുള്ള കാര്യം വളരെ കൃത്യമായി പറഞ്ഞതിന് ശേഷം അതിന്റെ അവസാനത്തിലൊരു ചോദ്യം ചോദിക്കുകയാണ്. കേരളത്തിലെ 100% മനുഷ്യരും വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദി എന്ന് വിളിക്കുന്നുണ്ടോ? വെള്ളാപ്പള്ളി നടേശന് വർഗീയവാദി അല്ലെന്നുള്ള സമീപനമുള്ള എത്രയോ ആളുകൾ കേരളത്തിലില്ലേ? തന്റെ പക്ഷത്ത് അല്ലെങ്കിൽ തന്റെ വിഭാഗത്തിന്റെ ഒരു ചോദ്യം, താൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ സംഘടന ആഭിമുഖ്യമുള്ള പ്രസ്ഥാനത്തിന്റെ ഒരു ചോദ്യം വിഭാഗത്തിന്റെ എന്ന് പറയാം. അദ്ദേഹം UDF അനുകൂല സമീപനമുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിഭാഗം എന്ന് പറഞ്ഞത്. നിങ്ങൾ അതിലേക്ക് മതപരമായിട്ടുള്ള ആംഗിൾ കൊണ്ടുവരാൻ ശ്രമിക്കരുത് ദയവായി. ബോധപൂർവ്വം അത്തരത്തിലുള്ള ദുരുദ്ദേശപരമായിട്ടുള്ള ബോധപൂർവ്വം അല്ലെങ്കിൽ അബോധത്തിൽ പോലും അങ്ങനെയുള്ള വാക്കുകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല. ശ്രീമതി മാധു അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തരാൻ എനിക്ക് നിങ്ങളൊരു മിനിറ്റ് ഒന്നും മിണ്ടാതിരിക്കും, ഞാനൊന്ന് പറയട്ടെ. അതായത് ഞാൻ നിങ്ങളോടൊരു ചോദ്യമായിട്ട്, നിങ്ങളോടല്ലാട്ടോ, നീ അത് വ്യക്തിപരമായിട്ട് എടുക്കരുത്, ഞാനൊരു ഉദാഹരണം പറയാണ്. നിങ്ങളൊരു നാണമില്ലാത്തവനാണെന്നാണല്ലോ എല്ലാവരും പറയുന്നതെന്ന് ചോദിച്ചാൽ അത് ചോദ്യമാണോ? അതാണ് സ്റ്റേറ്റ്മെന്റ്. ഈ പറഞ്ഞതും സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. നിങ്ങളൊരു നാണമില്ലാത്തവനാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അങ്ങ് അറിയാതെ പോലും പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ്. ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ഈ പറയുന്ന 2 ദിവസത്തെ സംഭവങ്ങളും ഇന്നത്തെ 30 മിനിറ്റ് നീണ്ടു നിന്നിട്ടുള്ള വാർത്താ സമ്മേളനവും അന്ന് ശിവഗിരി കഴിഞ്ഞ് ഇറങ്ങി വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള സമ്മേളനവും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവിടെ ഈ പറയുന്ന ചോദ്യം, വെള്ളാപ്പള്ളി നടേശന് നേരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം, അങ്ങൊരു വർഗീയവാദിയാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത് എന്നുള്ളതാണ്. അതാണ് ചോദ്യം, മനസ്സിലായില്ലേ? ആ ചോദ്യം എന്ന് പറയുന്നത് കൃത്യമായ ദുരുദ്ദേശത്തോടു കൂടി അദ്ദേഹത്തെ ആക്ഷേപിക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടി അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യണമെന്നുള്ള താല്പര്യത്തോട് ചോദ്യമാണ്. ആ ചോദ്യത്തിൽ അദ്ദേഹം പ്രകോപിതനാവുന്നുണ്ട്. പ്രകോപിതനായതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത് 2 തെറ്റാണ്. ഇത് 2 ശരിയായിട്ടുള്ള അർത്ഥത്തിലല്ല. ഒരാൾ തീവ്രവാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആശയപരമായിട്ടുള്ള ഒരു സംഘർഷത്തിന് സാധ്യതയില്ല, അതിന്റെ കാര്യമില്ലെന്ന് വിചാരിച്ച് ആയുധങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങുന്ന ആളുകളാണ്. വർഗീയവാദി എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗീയവാദി എന്ന് പറഞ്ഞാൽ തന്റെ വർഗത്തിന് ശത്രുപക്ഷത്താണ് മറ്റെല്ലാ വർഗ്ഗങ്ങളും എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്കെതിരെ ആക്രമണോത്സുകമായ പ്രവർത്തനം നടത്തുന്ന ആളാണ്. വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവനയൊക്കെ നടത്തുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ മുസ്ലിം ലീഗിനെതിരെയാണ് പറയുന്നത്, ഞാൻ മുസ്ലിം സമുദായത്തിനെതിരായിട്ടൊന്നും പറയുന്നില്ല. തനിക്ക് ദീർഘകാലമായി മുസ്ലിം സമുദായവുമായിട്ടുള്ള അടുത്ത ബന്ധത്തെ പറ്റി തങ്ങളുടെ കേസുകളെല്ലാം നടത്തുന്ന ഒരു മുസ്ലിം അഭിഭാഷകനാണ്, അതല്ലെങ്കിൽ തങ്ങളുടെ ഓഡിറ്റ് നടത്തുന്ന, ഞാൻ മുഴുവൻ പറയട്ടെ, ഞങ്ങളുടെ ഓഡിറ്റ് മുഴുവൻ നടത്തുന്ന ഒരു മുസ്ലിമിന്റെ ഇതാണ്. താൻ നാളെ വിരുന്നിന് പോകുന്ന ഒരു മുസ്ലിമിന്റെ വീട്ടിലാണ്. താൻ മുസ്ലിം സമുദായവുമായിട്ട് അത്ര അടുത്ത ബന്ധമുള്ള ആളാണെന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്നത് ഞാൻ പറയുന്ന മുസ്ലിം ലീഗിനെയാണ്. മുസ്ലിം ലീഗിന് ഭരണം ഉണ്ടായിരുന്ന സമയത്ത് അവർ സാമുദായിക സന്തുലനം പാലിച്ചിട്ടില്ല. തങ്ങൾക്ക് ഒരു അൺഎയ്ഡഡ് കോളേജ് മാത്രമേ തന്നിട്ടുള്ളൂ. പകരം മുസ്ലിം ലീഗിന് വേണ്ടപ്പെട്ട ആളുകൾക്ക് 48 കോളേജുകൾ കൊടുത്തു. അപ്പൊ തന്റെ സമുദായത്തിന് അർഹമായിട്ടുള്ള ആനുകൂല്യമോ അവകാശമോ കിട്ടിയിട്ടില്ല എന്നൊരാൾ രാഷ്ട്രീയമായിട്ട് പരാമർശം നടത്തുമ്പോൾ മലപ്പുറം ജില്ലയെ പരാമർശിച്ചു അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പരാമർശിച്ചു എന്നത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ആക്രമണമാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ ആ രീതിയിൽ ആക്രമിക്കുകയും അദ്ദേഹത്തെ വർഗീയവാദി എന്ന് വിളിക്കുകയും ചെയ്യുന്നത് ആ സമയത്ത് തെറ്റാണെങ്കിൽ അതേ മട്ടിലുള്ള തെറ്റാണ് തിരിച്ചും ചെയ്തിട്ടുള്ളത് ഞാൻ പറയുന്നില്ല. ഇത് 2 പേരും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ള ആക്ഷേപം മാത്രമാണ്. ആവർത്തിച്ച് അങ്ങ് അത് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ഉപയോഗിച്ചൊരു വാക്ക് ചോദ്യം എന്നുള്ളതാണ് എന്ന് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. അത് വിശദീകരിക്കാൻ അങ്ങ് ശ്രമിക്കുമ്പോഴും അങ്ങ് ഉപയോഗിക്കുന്ന വാക്ക് ചോദ്യം എന്നാണ്. അപ്പോൾ അങ്ങേക്ക് തന്നെ അറിയാം അത് ചോദ്യം എന്നുള്ളതാണ്.